ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടില്ലേ? 40 വയസ്സ് കഴിഞ്ഞ് 60 കഴിഞ്ഞ് 70 വയസ്സായ ഉമ്മാമ്മമാർക്കാണ് ഇപ്പൊ അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ സെറ്റ് ആവാൻ ആഗ്രഹം വന്നത്. ചെവിക്കകത്ത് പൂവൊക്കെ വെച്ച് മക്കള് സെറ്റാക്കി കുട്ടിമക്കുട്ടു സെറ്റാക്കി 75, 70, 60 വയസ്സൊക്കെ ആവുമ്പോ ദിക്റും സലാത്തും ചൊല്ലി അടങ്ങി ഒതുങ്ങി ചെറുമക്കൾക്ക് ഉപദേശം കൊടുത്ത് വീട്ടിൽ ഇരിക്കാനുള്ളവരല്ലേ? ഈ ചെറിയ മക്കളാണ് അവരെ കുത്തിത്തിരിപ്പിച്ചിറക്കുന്നത്. പിന്നെ ഒരു തട്ടമുണ്ടെങ്കിൽ വൈറലാവാൻ എങ്ങും പോണ്ട. സിനിമാ തിയേറ്ററിൽ പോയാലും തട്ടം, പൂരപ്പറമ്പിൽ പോയാലും തട്ടം, ന്യൂ ഇയറിന് പോയാലും തട്ടം. ഇടാത്തവര് മനഃപൂർവ്വം ഇട്ട് ഒരു മൊബൈലിന്റെ മുമ്പ് വന്ന് നിന്നാൽ നല്ല കച്ചവടമാണിപ്പോ. അതുകൊണ്ട് കുറെ ഉമ്മമാർ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, ചില ആളുകൾ ഇത് കേൾക്കുമ്പോ പറയാം, അവരാഘോഷിക്കട്ടെ ഉസ്താദേ, നിങ്ങൾക്ക് മാത്രം മതിയോ പ്രസംഗവും യൂട്യൂബും ചാനലും ഒക്കെ? അവരാഘോഷിക്കട്ടെ, അവർക്ക് ആഘോഷിക്കാൻ ഒന്നുമില്ലല്ലോ, അവര് പാവപ്പെട്ട ഉമ്മമാരല്ലേ, അവരാഘോഷിക്കട്ടെ. ആഘോഷം ഇങ്ങനെയല്ല ഇസ്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ സ്നേഹസാഗരത്തിൽ വരൂ, പ്രായമായവരുടെ ആഘോഷം ഞാൻ കാണിച്ചു തരാം. എന്താ ആഘോഷം? നമ്മൾ ആലോചിച്ച് നോക്ക്, ഒരു വീട്ടിൽ മര്യാദയോടെ ദിക്ർ ചൊല്ലി ഖുർആൻ ഓതി കഴിയേണ്ട ഉമ്മ എത്രമാത്രം ദീനിന്റെ ചൈതന്യത്തെ ഒരു കുടുംബത്തിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റും? അത് മുഴുവനും മോഷണം നടത്തിക്കൊണ്ടുപോകുന്ന കാലമാണ്. ആ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കുന്നവർ, ആ കാലഘട്ടത്തിൽ ദുഹാ നിസ്കരിക്കുന്നവർ, ആ കാലഘട്ടത്തിൽ തബാറക്കല്ലദി ഓതുന്നവർ, ആ കാലഘട്ടത്തിൽ യാസീൻ ഓതുന്നവർ, ആ കാലഘട്ടത്തിൽ ഒരു ദിവസം 1000 സ്വലാത്ത് ചൊല്ലുന്നവർ, ഫലഹു അജ്റു മിഅത്തു ഷഹീദ് എന്ന് പറഞ്ഞ ഹദീസിൽ അവരുൾപ്പെടും. 1000 ഷഹീദിൻ